നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾക്കുള്ളിലോട്ട് ഒരു എർത്ത് കയറുമ്പോൾ തോന്നും, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നും, ഉറപ്പായിട്ടും തോന്നും. നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര കാഴ്ച മങ്ങിയ ആൾക്കാരും അതേപോലെ തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളായാലും കണ്ണിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രോബ്ലവും ഇത് നിങ്ങൾ ചെയ്യുക വഴി മാറിക്കിട്ടും. ഇതൊരു മർമ്മ ചികിത്സയാണ്. അതായത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന, ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന, ദാറ്റ് മീൻ ഉണർത്തുന്ന ഒരു മർമ്മ ചികിത്സയാണ്. ഇത് നിങ്ങൾ ചെയ്ത് 3 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു കാഴ്ചശക്തി വർദ്ധിക്കുവാൻ ആരംഭിച്ചിരിക്കും. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ, അതായത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. സുഖമാണോ സുഖമല്ലയോ? ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാഴ്ചശക്തി 3 മിനിറ്റിനുള്ളിൽ 100 മടങ്ങ് വർദ്ധിക്കുവാൻ. അതായത് ഈ ഭാഗങ്ങളിൽ കൈകൊണ്ട് സ്പർശിക്കുക, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു മർമ്മ ചികിത്സയാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എത്ര സമയം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 100% റിസൾട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാനാവും. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ടുതന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തു, ഗരുഡമുദ്ര വഴി കാഴ്ചശക്തി വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് ഒരുപാട് പേരുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്തതും ഒത്തിരി പേര് വിളിച്ചിരുന്നു. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. ഓക്കെ, കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മർമ്മ ചികിത്സ. ഓക്കെ, ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ഇതിന് നിങ്ങൾക്ക് 5 പൈസ പോലും മുടക്കില്ല. ഇത് നിങ്ങൾ മർമ്മ ചികിത്സ ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആയിരിക്കും ഒരു മാക്സിമം ഇത് ചെയ്യുന്നത്. 1500 രൂപയാണ് ഫീസ്. 1500 മുതൽ 3000 രൂപ, 4000 രൂപ, 5000 രൂപ വരെയൊക്കെ വാങ്ങുന്ന ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 5 പൈസ പോലും മുടക്കില്ലാതെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും ശ്രദ്ധിച്ച് കേട്ട് കണ്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മർമ്മ ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിലാണെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് 1-2 കാര്യം പറയാനുണ്ട്. ഈ ഒരു മർമ്മ ചികിത്സ ചെയ്യുന്ന വ്യക്തി, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ണ് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി, അതായത് ആർക്കാണോ കണ്ണിന് പ്രശ്നമുള്ളത്, ആ വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണിന് പ്രോബ്ലമാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ അത് മാറ്റാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ചെയ്യും മുമ്പായിട്ട് മനസ്സ് ഫ്രീ ആക്കുക. ശ്വാസോച്ഛ്വാസം, നമ്മുടെ ബ്രീത്ത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു 3 സെക്കൻഡ് ഇരിക്കുക. മൈൻഡ് ബോഡി ഫ്രീ ആക്കി വിടുക. കയ്യെ കറങ്ങിരിക്കുക. ഒരു 3 സെക്കൻഡ് ഇരുന്നൊന്ന് വിശ്വസിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബ്രീത്ത് കൺട്രോൾ ചെയ്യുക. ബ്രീത്ത് മീൻസ് നിങ്ങൾ ഏകാഗ്രതമായി എഴുന്നിട്ട്
മൂക്കിൽ കൂടി ശ്വാസം പതിയെ വളരെ പതിയെ എടുത്ത് വായിൽ കൂടി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? നോസിൽ കൂടി ആ ഒരു വായു പ്രാണവായുവിനെ ഇൻഹീൽ ചെയ്തിട്ട് വായിൽ കൂടി പതിയായിട്ട് നിങ്ങൾ എക്സ്ഹീൽ ചെയ്യുക. മനസ്സിലായോ? മൂക്കിൽ കൂടി പതിയെ എടുക്കുക. എടുത്തോ ഇപ്പം തന്നെ എടുത്തോ. ആ പതിയെ ശ്വാസം പോട്ടെടുത്തിട്ട് വായിൽ കൂടി പതിയെ ഔട്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഫ്രീ ആക്കിട്ടു നിൽക്കുകയാണ്. കണ്ണ് വേണമെങ്കിൽ അടയ്ക്കും. ഞാൻ കണ്ണടച്ചാണ് ചെയ്യണത്. കാണിച്ചു തരാം. കണ്ടല്ലോ? ഇങ്ങനെ വേണം ചെയ്യാൻ. ഇത്രയും സമയം എടുത്ത് പതിയെ സ്ലോ ആയിട്ട് ചെയ്യും. ഒരു 3 തവണ ഈ ഒരു ബ്രീത്ത് നിങ്ങൾ ചെയ്യാം. ഇതേപോലെ തന്നെ മൂക്കിൽ കൂടി പതിയെ ശ്വാസം വലിച്ചു കയറിയിട്ട് പതിയെ ഔട്ട് ചെയ്യുക. നിങ്ങൾ ഈ വലിച്ചു കയറ്റുന്ന ശ്വാസം നിങ്ങൾ അറിയണം. ഈ പ്രാണവായുവിനെ നിങ്ങൾ അറിയണം. ആ രീതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ മൂക്കുകൂടി വലിച്ചു കയറ്റില്ലേ പ്രാണവായുവിനെ, അത് നിങ്ങൾ അറിയണം. വായു മുകളിൽ കയറി പോയാണ്, ശ്വാസം വലിക്കുകയാണ്. ഈ ഔട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? അറിയണം. ആ വായു ഔട്ട് ചെയ്യുമ്പോഴും ഔട്ട് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ അത് ഓർക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ബോഡി ഇത് ചെയ്ത ശേഷം വേറൊരു ലാംഗ്വേജ് എത്തിയിട്ടുണ്ടാവും. ഇനി വേണം ആ ഒരു മർമ്മ ചികിത്സ നിങ്ങൾ ചെയ്യും. ഓക്കെ, ഇത് ഒരു തൈലവും എണ്ണയും ഇല്ലാതെയും ചെയ്യാം, എന്തെങ്കിലും യൂസ് ആക്കി ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് വാങ്ങുക. നെയ്യ് എന്തെന്ന് മനസ്സിലായോ? നെയ്യ് അത് വേറൊന്നുമല്ല, പായസം വെക്കുമ്പോൾ ആ പായസത്തിൽ ഒഴിക്കുന്ന നെയ്യ്. ഓക്കെ, അത് വാങ്ങുക. എന്നിട്ട് ഒരു തുള്ളി എടുക്കുക. 2 വിരലിലും, അതായത് 2 ഫിംഗറിലും, ഈ 2 ഫിംഗർ ഈ 2 ഫിംഗർ ഒരു തുള്ളി പുരട്ടുക. ഇങ്ങനെ പുരട്ടുക. പുരട്ടിയിട്ട് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ഈ 2 ഭാഗം ഉണ്ടോ? അവിടെ ഒരു ഞരമ്പുണ്ട്, 2 ഞരമ്പുണ്ട്. അതിൽ ഇങ്ങനെ ഒരു പതപ്പുണ്ടാവും. അവിടെ പതിയെ ഒന്ന് കശയി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഈ 2 ഭാഗത്തും പതിയെ ഞെക്കിയല്ല, പതിയെ തിരുമ്പി കൊടുക്കുക. അടുത്ത് ചെയ്യേണ്ടത് ഈ 2 പിരികം, ഈ 2 പിരികങ്ങളും സംഗമിക്കുന്ന സ്ഥലത്ത് ഉണ്ടോ ഇങ്ങനെ ഒരു 30 സെക്കൻഡ് ഉണ്ടോ, ഒരു 30 സെക്കൻഡ് തിരുമ്പി കൊടുക്കുക. പതിയെ പ്രസ് ചെയ്ത് ഒന്ന് തിരുമ്പി കൊടുക്കുക. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 കോണിരിക്കില്ലേ, കണ്ണിൻ്റെ കോണ്. ആദ്യം ഇവിടെ ചെയ്തു, രണ്ടാമത് ഇവിടെ ചെയ്തു, മൂന്നാമത് കണ്ണിൻ്റെ ഈ കോൺ, ഈ സൈഡ്. ഈ വാലൊക്കെ നീട്ടി വരക്കില്ലേ കുഞ്ഞു കുട്ടികൾക്ക്, ആ വാൽ എന്തിക്കും പോകത്തില്ലേ? ഞാൻ വെച്ച ഇതുണ്ട് ഇവിടെ ഈ കോൺ. ഓക്കെ, ഈ കോൺ. ഓക്കെ, അപ്പോൾ ഈ കോണിലും ഓരോ വിരൽ വെച്ച് പതിയെ പ്രസ് ചെയ്ത് തിരിഞ്ഞു കൊടുക്കുക. 30 സെക്കൻഡ് ഇറുക്കി ഞെക്കിക്കണതിൽ പതിയെ അവിടെ വിരൽ വെക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്ന് പതിയെ നിന്ന് തിരിഞ്ഞു കൊടുക്കുക. ഈ 3 പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ഇനി നിങ്ങൾ അതിന് ശേഷം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ, ഇത് കണ്ടല്ലോ ഇവിടെ, ഈ ഭാഗത്ത് തിരിഞ്ഞു കൊടുക്കുക 30 സെക്കൻഡ്. അതേപോലെ തന്നെ ഇവിടെ ഈ കൈയുടെ ഈ ഭാഗത്ത് ഈ വിരലുണ്ട്, ഈ കൈ കൊണ്ട് തിരിഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? ഇത് നിങ്ങൾ 2 ഉള്ളം കൈ, ഈ ഉള്ളം കൈയിലും ഈ ഉള്ളം കൈയിലും കണ്ടല്ലോ, ഇവിടെയും ഇവിടെയും പ്രസ് ചെയ്ത് കണ്ടോ തിരിഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 2 ഉള്ളം കാലിലും 30 സെക്കൻഡ് വെച്ച് തിരിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ഒരാഴ്ച ചെയ്തു നോക്കും. നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾക്കുള്ളിലോട്ട് ഒരു എർത്ത് കയറുമ്പോൾ തോന്നും, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നും, ഉറപ്പായിട്ടും തോന്നും. നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര കാഴ്ച മങ്ങിയ ആൾക്കാരും അതേപോലെ തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളായാലും കണ്ണിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രോബ്ലവും ഇത് നിങ്ങൾ ചെയ്യുക വഴി മാറിക്കിട്ടും. അത്രയ്ക്കും നല്ലൊരു മർമ്മ ചികിത്സയാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളിത് ചെയ്യുക, മുടങ്ങാതെ ഒരാഴ്ച ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ പവർ മനസ്സിലാവും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്ത് വരും. അത്രയും പക്കായിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ കാണിച്ചെന്ന അതേപോലെ ചെയ്താൽ മതി. 100% റിസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടിയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.